മാന്യകർണാനം ആത്മീയത്യേവുപാസീത ഭാഷ്യമാണ്. അനർജ്ഞാത സാമാന്യ ആത്മാജ്ഞാതവ്യോനാത്മാച തത്ര കസ്മാത്മോപാസനയേവ യത്നഃ ആസ്തിയതേ ആത്മീയത്യോപാസീതേതി നൈതര വിജ്ഞാനേതി അത്വച്യതേ. ശ്രുതിയിൽ നിന്നാണ് ആത്മാവിനെക്കുറിച്ച് എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ചും മറ്റുപാസനകളെക്കുറിച്ച് കർമ്മങ്ങളെക്കുറിച്ച് എല്ലാം അറിയുന്നത്. അനർജ്ഞാതത്വ സാമാന്യം എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയിരിക്കെ ആത്മീയത്തെ ഉപാസിത ആത്മാവിനെ മാത്രം അറിയണം. എന്നാൽ ഇതര വിജ്ഞാനം മറ്റൊന്നും നല്ല പ്രാധാന്യം എന്നെന്തുകൊണ്ട് പറഞ്ഞു അത്ര വിച്ഛേദേ. തദ്ദേതദൈവ പ്രകൃതം പതനീയം അസ്യ സർവസ്യ തദ്ദേതത് പതനീയമസ്യ സർവസ്യ യദയം ആത്മാ അനേന ഹ്യേതത് സർവം വേദ ആത്മീയത്യോപാസീത. അത് കഴിഞ്ഞ് അത്ര ഹേതേ സർവ ഏവം ഭവന്തി അത് വ്യാഖ്യാനിച്ചു. അത് തദ്ദേതത് പതനീയമസ്യ സർവസ്യ ഏതായം ആത്മാ അനേന ഹ്യേതത് സർവം വേദ യദഹ വൈ പദേന അനുവിന്ദേത ഏവം കീർത്തിം ശ്ലോകം വിന്ദതേ യ ഏവം വേദ. ആ ഭാഗത്തിൽ തദ്ദേതത് പതനീയമസ്യ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. തത് ഏതദ് പ്രകൃതം പതനീയം ഗമനീയം നാന്യത്. ഇവിടെ എന്താണ് പ്രകൃതമായിരിക്കുന്നത് എന്നുവെച്ചാൽ ഈ സന്ദർഭത്തിൽ എന്തിനാണോ ആത്മീയത്തെ ഉപാസീത തുടങ്ങിയ മന്ത്രങ്ങളിലൂടെ വെളിപ്പെടുത്തിയത് ആത്മതത്വം, അത് പതനീയമാണ് എന്ന് പറഞ്ഞാൽ ഗമനീയം. അതാണ് അറിയേണ്ടത്. ഇവിടെ പറയുന്നു യസ്മാത് അനാത്മനാം ജ്ഞാതത്വയോരഭാവ അജ്ഞാനസിച്ചിതേകാശ്രിതത്വ തേഭ്യ സകാശാത് ഇദം ഏവ ആത്മതത്വം പരം പദം അജ്ഞാതം ജ്ഞാതവ്യം. ഇവിടെ ആത്മാവിനെ മാത്രമേ വാസ്തവത്തിൽ അറിയേണ്ടതായിട്ടുള്ളൂ.
ആത്മഭിന്നമായ ഒന്നിനെ അറിയേണ്ടതായിട്ടില്ല. എന്തുകൊണ്ട്? ജ്ഞാതത്വം അജ്ഞാതത്വം, അറിയുക അറിയാതിരിക്കുക എന്ന് പറയുന്നത് പരമാർത്ഥത്തിൽ ആത്മാവിൽ മാത്രമേ ഉള്ളൂ. ബാഹ്യമായൊക്കെ നമ്മൾ അറിയുന്നത് വിഷയങ്ങളെയല്ല. അത് പരമാർത്ഥമല്ല. വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാകുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷെ പരമാർത്ഥത്തിൽ അറിവ് സംഭവിക്കുന്നത് ആത്മാവിലാണ്. എന്താ? പുസ്തകത്തെ അറിയുമ്പോൾ പുസ്തകത്തിൽ അറിവ് സംഭവിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അറിവ് എന്നിലാണ്. ഞാൻ പറയുന്നു, ഇതുവരെ എനിക്ക് അറിവില്ലായിരുന്നു. ഇവിടെ എന്നിൽ, വിഷയത്തിലല്ല. അറിവില്ലായ്മ എന്നിലാണ്. പറയുന്നു, ഇപ്പോൾ ഞാൻ കണ്ടു, കേട്ടു, രുചിച്ചു, മണത്തു, അറിഞ്ഞു. ആരിലറിവ് വന്നു? എന്നിൽ. അപ്പോൾ ജ്ഞാതത്വം അജ്ഞാതത്വം എന്ന് പറയുന്നത് തന്നിലേ ഉള്ളൂ, മറ്റൊരിടത്തുമില്ല. ചിന്തിച്ച സാമാന്യമായി നമുക്ക് തോന്നും നമ്മൾ മറ്റുള്ളതിനെയൊക്കെ അറിയുന്നു, ബാക്കി അറിയുന്നില്ല. ബഹിർമുഖമായി ചിന്തിക്കുമ്പോൾ അറിവില്ലായ്മയെല്ലാം വിഷയങ്ങളാണെന്ന് തോന്നുന്നു. പരമാർത്ഥത്തിൽ അതങ്ങനെയല്ല. ആണ് അജ്ഞാനസ്ഥിതേകാശ്രിതത്വ തേഭ്യസകാശാത് ഇതമേവാത്മതത്വം പരം പദം അജ്ഞാതം ജ്ഞാതവ്യം. അപ്പോ ജ്ഞാനാജ്ഞാനങ്ങൾ സദാ തന്നിൽ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് വിഷയങ്ങളോട് ബന്ധപ്പെട്ടാണെന്നേ ഉള്ളൂ. ഇന്ന് പുതിയ പാഠം പഠിക്കുന്നു എന്ന് പറയുന്നു, ഇന്നലെ വരെ പഠിക്കാതിരുന്ന പാഠത്തെ ഇന്നറിഞ്ഞു. അങ്ങനെ ശബ്ദരൂപത്തിൽ, അർത്ഥരൂപത്തിൽ, വിഷയരൂപത്തിൽ ജ്ഞാനാജ്ഞാനങ്ങൾ തന്നിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അറിയേണ്ടത് എന്തിനാണ്? ഈ ജ്ഞാനം കൊണ്ട് അറിയേണ്ടത് ആത്മതത്വത്തെയാണ്. ആത്മതത്വം പരം, അത് പക്ഷെ അറിയുന്നില്ല. തന്നിൽ അറിവില്ലായ്മയും അറിവും മാറി മാറി സംഭവിക്കുന്നുണ്ടെങ്കിലും തന്റെ പരമാർത്ഥം തന്നെ അറിയുന്നില്ല. അറിഞ്ഞാലോ തജ്ഞാനി സർവേഷാജ്ഞാനം പുരുഷാർത്ഥാനാഞ്ച സമാപ്തി. അവിടെ തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പുരുഷാർത്ഥങ്ങളെല്ലാം അവിടെ സമാപിക്കുന്നു. തസ്മാ നിരുദ്ദേശിയ സുഖാത്മക ഇതരവസ്തുഭാവേന യഥോക്ത കർമ്മ ത്യക്ത്വ തദൈവ ആദർത്തവ്യം. അതുകൊണ്ട് ആത്മാവിനെ പോലെ നിരതിശയ സുഖസ്വരൂപമായി മറ്റൊന്നില്ല ഇവിടെ. ആനന്ദരൂപമായി മറ്റൊന്നിവിടെ ശേഷിക്കുന്നില്ല. അതുകൊണ്ട് അനാത്മ വിഷയങ്ങളെ ഉപേക്ഷിച്ചിട്ട് ആത്മാവിനെ അറിയാൻ ശ്രമിക്കാം, പതനീയം, അതറിയേണ്ടതാണ്. അത് വ്യർത്ഥമില്ലാന്നർത്ഥം. മറ്റു പുരുഷാർത്ഥങ്ങളെ ആഗ്രഹിക്കുന്നുകൊണ്ടാണ്, ധർമാർത്ഥ കാമങ്ങളെ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അതിനുള്ള പ്രവൃത്തികളല്ല. പക്ഷെ അറിയേണ്ടത് തന്നെയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് നിരുദ്ദേശിയ സുഖമെന്ന് ബോധ്യപ്പെട്ടാൽ മറ്റുള്ളതിനൊക്കെ എന്തിന് യത്നിക്കണം? അതേവ ആയാസ ലഭ്യപ്യ ആത്മജ്ഞാനേ യത്നാതിരേക പറയുന്നു. അത് ശരിയാണ്, തന്നെ അറിയുന്നതാണ്, അതാണ് അറിയേണ്ടത്, അതിലാണ് പുരുഷാർത്ഥം. പക്ഷെ അത് അങ്ങോട്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ലല്ലോ. പറയുന്നു, അതിനുവേണ്ടി അത് ആയാസമാണെന്ന് തോന്നുകയാണെങ്കിൽ, ഇത് വളരെ ശ്രമസാധ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ആ ശ്രമം അതിനുവേണ്ടി ചെയ്യുക. എന്തിനു മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യത്നിക്കണം? ആത്മബോധം ആയാസലഭ്യമാണെങ്കിലും വളരെ യത്നസാധ്യമാണെങ്കിലും അതിനുവേണ്ടി ശ്രമിക്കുക. അതിലാണ് നിരതിശയമായ സുഖം, പരമമായ ശാന്തി. അതാണ് എന്റെ താല്പര്യം എന്നാണ്. അതാണ് പതനീയം
തദേ പ്രകൃതം പതനീയം തദ്ദേതദേവ പ്രകൃതം പതനീയം ഗമനീയം നാന്യതസ്യ സർവസ്യ യദയമാത്മാ. അത് അടുത്ത് പറയുന്നു. അസ്യ സർവസ്യ യദയമാത്മാ നിർദ്ധാരണാർത്ഥ ഷഷ്ടി അസ്മിൻ സർവസ്മിൻ. ഈ കാണുന്ന സർവത്തിലും എന്നാണ് നിർദ്ധാരണ ഷഷ്ടി. മുമ്പും വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? ഒന്ന് സംബന്ധ ഷഷ്ടി, പലതരത്തിലുണ്ട്. ഏകശതം ഷഷ്ടിയെടുത്ത 100 കണക്കിന് അർത്ഥമുണ്ട് ഷഷ്ടിക്ക്. അപ്പൊ ഇവിടെ ഇപ്പോൾ സംബന്ധ ഷഷ്ടിയല്ല എടുക്കേണ്ടത്. അർത്ഥം അസ്യ സർവസ്യ ദയമാത്മാ. ഈ കാണുന്ന ഇത്, ഈ നാമരൂപാത്മകമായ പ്രപഞ്ചം, ഇതിനോട് ചേർന്ന ഒരാത്മാവ്, അങ്ങനെ ഒരർത്ഥം തോന്നരുത്. കാരണം ജ്ഞാനത്തിന് വിഷയമായിരിക്കുന്ന, ദൃശ്യ വിഷയമായിരിക്കുന്ന ഈ നാമരൂപാത്മകമായ പ്രപഞ്ചം, അതിലെ വസ്തുക്കൾ, ഇതിനോടെല്ലാം നമുക്ക് ബന്ധപ്പെടുത്താവുന്ന ഒരാത്മാവ്, അങ്ങനെ ഒരാത്മാവല്ല. അതുകൊണ്ട് സംബന്ധാർത്ഥം എടുക്കാതെ അസ്മിൻ സർവസ്മിൻ എന്നുള്ള അർത്ഥം എടുക്കും. എന്താണ്? സർവസ്മിൻ ജഗതി പ്രത്യേക മാത്രമേവ ജ്ഞേയം. ഈ ജഗത്ത് മുഴുവൻ തന്റെ മുമ്പിൽ ജ്ഞേയമായി അനുഭവപ്പെടുന്നുണ്ട്, അറിയേണ്ടതായി അനുഭവപ്പെടുന്നുണ്ട്. അറിഞ്ഞാൽ അവസാനമില്ലാത്തതായി ജഗത്ത് തന്റെ മുമ്പിലുണ്ട്, അറിഞ്ഞു തീരാൻ കഴിയും. ഒരു അണുവിന്റെ തത്വം പോലും ഈ ജീവന് അറിഞ്ഞു തീരാൻ കഴിയത്തില്ല. അറിഞ്ഞാൽ അറിയാൻ വീണ്ടും ശേഷിക്കും. അതിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് അങ്ങനെ പോയാൽ ഇതിന് അവസാനമില്ല. അനവസ്ഥ അറിഞ്ഞു തീരില്ല ഒരിക്കലും. ജന്മങ്ങൾ കൊണ്ടും തീരത്തില്ല. അനന്തകൽപ്പങ്ങൾ കൊണ്ടും ഇതറിഞ്ഞു തീരാൻ കഴിയില്ല. അതുകൊണ്ടെന്താണ്? പ്രത്യക് മാത്രമേ ജ്ഞേയം. പ്രത്യക് സ്വരൂപത്തെ എന്നുവെച്ചാൽ തന്നെ അറിയുക, അതാണ് അറിയേണ്ടത്. അപ്പൊ തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം, ഇതിനെ അറിയുന്നതിനുള്ള ജിജ്ഞാസ ഉണ്ടല്ലോ. ഇതെന്താണ് പറയുന്നത്? പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്താണ്? ഈ ജിജ്ഞാസ ശേഷിക്കുന്നു. പക്ഷേ ഇതിനെ അന്വേഷിക്കാൻ പോയാൽ ഈ ജിജ്ഞാസയെ ശമിപ്പിക്കാൻ കഴിയും. കാരണം ഒരു സമാധാനം അടുത്ത ചോദ്യത്തിന് കാരണമായി തീരും. അങ്ങനെ തുറന്നുകൊണ്ടേ പോകും. അതുകൊണ്ട് എന്താണ്? പ്രത്യേക മാത്രമേവ ജ്ഞേയം. അതാദ്യം മനസ്സിലാക്കുക. ഇവിടെ ജ്ഞേയമായിട്ട് സ്വസ്വരൂപമേ ഉള്ളൂ. പിന്നെ അസ്മിൻ സർവസ്മിൻ, ഈ സമ്പൂർണ്ണ പ്രപഞ്ചം എന്ന് പറഞ്ഞതോ നാന്യതി അർത്ഥ നിർദ്ധാരണ യുക്ത തദർത്ഥ ഷഷ്ടിത്യർത്ഥ സംബന്ധ സാമാന്യ ഷഷ്ടിരിമതേ അസ്യ പ്രത്യക്ഷാദി സന്നിധാപിതസ്യ സർവസ്യ ജഗത സംബന്ധി ആത്മതത്വം പതനീയം ഇത്യർത്ഥോ ദ്രഷ്ടവ്യ. അങ്ങനെ മനസ്സിലാവും. ഈ കാണുന്നതിൽ അത് ഇനിയും വിശദീകരിക്കും. പ്രത്യക് സ്വരൂപത്തെ അറിയേണ്ടത് തന്റെ സ്വരൂപത്തെയാണെന്ന് ധരിച്ചാൽ ഈ ജ്ഞേയമായിരിക്കുന്ന സർവത്തിലും ആ സ്വസ്വരൂപം തന്നെ, അതാണ് അസ്മിൻ സർവസ്മിൻ എന്ന് ധരിക്കാൻ കഴിയും. എന്താണത്? ഏതയമാത്മാ, ഏതേത് ആത്മതത്വം. ഈ ആത്മതത്വം തന്നെയാണ്. എങ്ങനെ? ഈ സർവത്തിനും ആത്മതത്വം ഇരിക്കുന്നു എന്നാണോ? അല്ല, സർവവും ആത്മതത്വം തന്നെ. അങ്ങനെ സർവത്തിലും ആത്മതത്വം ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവമുണ്ട്, ആത്മതത്വമുണ്ട്. ആത്മതത്വത്തിൽ സർവമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആത്മതത്വവും സർവവും വന്നു. ഇത് എല്ലാം ആത്മതത്വം തന്നെ, പ്രത്യക് തത്വം തന്നെയാണ് ഇത് സർവവും
എന്നറിയണം. യദയമാത്മാ യദയമാത്മാ എന്ന് പറയുന്നു. യഥേതത് ആത്മതത്വം പ്രത്യേക തത്വമാണ് എന്ന് പറഞ്ഞാൽ പ്രത്യേക തത്വമാണെന്ന് മനസ്സിലായി തന്റെ ആന്തരികമായിരിക്കുന്ന ഈ ജീവന് തന്നെ ആധാരമായിരിക്കുന്ന തത്വം. അതിനാണല്ലോ നമ്മൾ കണ്ണടച്ച് ധ്യാനിക്കുന്നു, ഉള്ളിലിരിക്കുന്ന ആ തത്വത്തെ ഗ്രഹിക്കാൻ. പക്ഷെ കണ്ണു തുറന്നാൽ കാണുന്നതോ പറയുന്നു കിംന വിജ്ഞാതവ്യമേയോ അന്യ. അങ്ങനെ ഉള്ളിലോ പുറമേയോ വിജ്ഞാതവ്യമായി അറിയേണ്ടതായി മറ്റൊന്നും ശേഷിക്കുന്നില്ല. ഉള്ളും പുറവുമെല്ലാം ആ പ്രത്യേക തത്വം തന്നെയാണ്. അപ്പോൾ പ്രപഞ്ചമോ അതും അത് തന്നെയാണ്. അത് വിശദീകരിക്കുകയാണ്. പക്ഷെ അത് പരമാർത്ഥത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നു. ശരി, പരമാർത്ഥത്തെ അറിയുന്നവനും ബാഹ്യമായി ഇതൊക്കെ അറിയുന്നുണ്ടല്ലോ. ശബ്ദ സ്പർശരൂപരസഗന്ധങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ. എല്ലാം അതായിക്കൊള്ളട്ടെ. പക്ഷെ അനുഭവത്തിലുണ്ടല്ലോ ഗുരുവുണ്ട്, ശിഷ്യനുണ്ട്, ശാസ്ത്രമുണ്ട്, ഉപദേശമുണ്ട്. കിംന വിജ്ഞാതവ്യമേവ അന്യം. എന്താ പറയുന്നതിന്റെ താല്പര്യം? ഇനി മറ്റൊന്നും ഇവിടെ അറിയേണ്ടതായിട്ടില്ലെന്നാണോ? അതിന്റെ താല്പര്യം അതല്ല പറഞ്ഞതിന്റെ. മറ്റൊന്നും അറിയത്തില്ലെന്നോ? ഈ ആത്മബോധത്തിൽ ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളെ ഗ്രഹിക്കത്തില്ലെന്നോ ഒന്നുമല്ല. എന്നാ കിം തർഹി, പിന്നെന്താണ്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ജ്ഞാതവ്യപി ന പൃഥക് ജ്ഞാനാന്തരം അപേക്ഷതേ ആത്മജ്ഞാന. ശരി, ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളെ അറിയുന്നു. എങ്ങനെ അറിയുന്നു? ഇത് ശബ്ദമാണ്, ഇത് രസമാണ്, ഇത് രൂപമാണ്, ഇത് ഗന്ധമാണ്. ഇങ്ങനെ ഓരോ ജ്ഞാനം കൊണ്ടറിയുന്നു. അപ്പോൾ അതിനെല്ലാം നമുക്ക് പറയാം ജ്ഞാതവ്യമാണ്. ശബ്ദജ്ഞാനം കൊണ്ട് ശബ്ദത്തെല്ലാം അറിയാൻ പറ്റും, രസത്തെ അറിയാൻ പറ്റും. രസജ്ഞാനം കൊണ്ട് ഗന്ധത്തെ അറിയാൻ വയ്യ. ഇവിടെ പല ജ്ഞാനങ്ങളുണ്ട്, പലതിനെ അറിയുന്നുണ്ട്. പിന്നെ ജ്ഞാതവ്യമായി ആത്മാവ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇവിടെ ജ്ഞാനം ഒന്നേ വരാൻ പാടുള്ളൂ, ഒരൊറ്റ ജ്ഞാനം. സാധാരണ ചിന്തിക്കുമ്പോൾ യുക്തിക്ക് പൊരുത്തപ്പെടാതെ വരുന്ന ഒരു കാര്യമാണ്. ഗുരു എല്ലാം ആത്മാവായി കാണുന്നു എന്ന് പറഞ്ഞാൽ ഗുരു ആത്മാവിനെ മാത്രമേ അറിയുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ, നീ എന്നുള്ള ഭേദവ്യവഹാരം അനുസരിച്ച് ഗുരു വ്യവഹരിക്കുന്നു. അന്നം വേണം, വസ്ത്രം വേണം തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് കേവലമായ ആത്മജ്ഞാനമാണെങ്കിൽ അന്നം വേണം, വസ്ത്രം വേണമെന്നൊന്നും ചോദിക്കാൻ പാടില്ല. അത്തരം വ്യവഹാരങ്ങൾ പാടില്ല. ആത്മവ്യവഹാരം മാത്രമേ ഉള്ളൂ. ഇതങ്ങനെയല്ലല്ലോ. ഭക്ഷണം ആവശ്യപ്പെടുന്നു, ഭക്ഷണം കിട്ടുന്നു, ഭക്ഷണം കഴിക്കുന്നു. അതെല്ലാം ഭേദവ്യവഹാരത്തെ ആശ്രയിച്ചുള്ള കാര്യങ്ങളാണ്. ശത്രുവിനെ കുറിച്ച് പറയുന്നു, മിത്രത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ വിഷയജ്ഞാനം വെവ്വേറെയാണ്. തത്വജ്ഞാനത്തിൽ ആത്മജ്ഞാനം മാത്രമേ ഉള്ളൂ എന്നും പറയുന്നു. ആത്മജ്ഞാനം മാത്രമേ ഉള്ളൂവെങ്കിൽ ഈ വിഷയജ്ഞാനം എവിടെ നിൽക്കുന്നു? ഈ വിഷയവ്യവഹാരം എങ്ങനെ സംഭവിക്കുന്നു? അതിന് പറയുന്നു ജ്ഞാതവ്യത്വേപി ന പൃഥക് ജ്ഞാനാന്തരം അപേക്ഷതേ ആത്മജ്ഞാന. അത് ശരിയാണ്. ശബ്ദസ്പർശാദി വിഷയങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ട്. നമുക്ക് പറയാം വ്യാവഹാരികമായ ജ്ഞാനം, വ്യവഹാരത്തെ സാധൂകരിക്കുന്ന ജ്ഞാനം. ശിഷ്യന്മാരുള്ളതുകൊണ്ടല്ലേ ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കുന്നത്. പുരുഷൻ സ്ത്രീ ഭേദമില്ലേ, തിരിച്ചറിയുന്നില്ലേ.
അപ്പോൾ ഈ ഭേദബുദ്ധി ഇതെന്താണ്? അവിടെ നാനാ വിഷയങ്ങളെ അറിയുന്നുണ്ടെങ്കിലും ന പൃഥക് ജ്ഞാനാന്തരം അപേക്ഷത. ആത്മജ്ഞാനമല്ലാതെ ജ്ഞാനി ഇതിനു വേണ്ടി മറ്റൊരു ജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല. ഈ ഭേദവ്യവഹാരത്തിലും ആത്മജ്ഞാനത്തെയാണ് ജ്ഞാനി അപേക്ഷിക്കുന്നത്. ആത്മജ്ഞാനത്തെയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഭേദവ്യവഹാരം എങ്ങനെ നടക്കും? ചോദ്യം വരും. ഭേദവ്യവഹാരം നടക്കണമെങ്കിൽ ഭേദജ്ഞാനം വേണം. അഗ്നിയെ കാണുമ്പോൾ അഗ്നിയാണെന്നും ജലത്തെ കാണുമ്പോൾ ജലമാണെന്നും അറിയണമെങ്കിൽ അഗ്നിജ്ഞാനവും ജലജ്ഞാനവും വേണം. ആത്മജ്ഞാനം കൊണ്ടാണെങ്കിൽ അഗ്നി ആത്മാവും തന്നെ അറിയേണ്ടത്. ജലജ്ഞാനം കൊണ്ടാണെങ്കിൽ ജലത്തെ ജലമെന്നല്ല അറിയേണ്ടത്. ഇവിടെ പറയുന്നു ഈ രണ്ട് സ്ഥാനത്തും ആത്മജ്ഞാനിക്ക് ആത്മജ്ഞാനമെന്നാണ്. അപ്പം ഈ ഭേദവ്യവഹാരം എങ്ങനെ നടക്കും? അതിന് സമാധാനം പറഞ്ഞു. ന പൃഥക് ജ്ഞാനാന്തരം അപേക്ഷതേ. ആത്മജ്ഞാനമല്ലാതെ മറ്റൊരു ജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല. അതാണ് എന്താണ് ആത്മജ്ഞാനമല്ലാതെ. അവിടെ ആശയക്കുഴപ്പമുണ്ടാകും. ആത്മജ്ഞാനത്തെ മാത്രം ആശ്രയിക്കുന്നു. ആത്മജ്ഞാനം ഏകത്വബോധകമാണ്. ഇവിടെ ഏകത്വം ജ്ഞാനം മാത്രമേ വരാവൂ. അങ്ങനെ ഒരു ഏകത്വ ജ്ഞാനം വന്നാൽ വ്യവഹാരം നടക്കാതെ പോകും. വ്യവഹാരം എങ്ങനെ നടക്കും? വ്യവഹാരം ഭേദജ്ഞാനത്തെ ആശ്രയിച്ചേ നടക്കും. ഇവിടെ തത്വജ്ഞാനം അഭേദജ്ഞാനം എന്ന് പറയുന്നു. കസ്മാ എന്താ നിങ്ങൾ പറയുന്നത്? അങ്ങനെ സംഭവിക്കും ചോദ്യമാണ്. അതിന് സമാനം പറയുന്നു. അനേന ആത്മന ജ്ഞാനേഹി യസ്മാദേത സർവം അനാത്മജാതം അന്യത് സർവം സമസ്തം യത ജാനാതി. പറയുന്നു അജ്ഞനെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്നത് ശരിയാണ്. അഗ്നിയുടെ ജ്ഞാനത്തെ ആശ്രയിച്ച് അഗ്നിയെ സംബന്ധിച്ചുള്ള വ്യവഹാരം, ജലത്തിന്റെ ജ്ഞാനത്തെ ആശ്രയിച്ച് ജലത്തെ സംബന്ധിച്ചുള്ള വ്യവഹാരം, അതെല്ലാം ശരിയാണ്. പക്ഷേ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ അനേന ആത്മന ജ്ഞാതേന ഹി, ജ്ഞാനി സ്വസ്വരൂപത്തെ അറിഞ്ഞിരിക്കുന്നു. അജ്ഞനിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താ ജ്ഞാനിയിലുള്ളത്? ഇവിടെ ജ്ഞാനിയും വ്യവഹരിക്കുന്നു. അഗ്നി ജലം എന്നിങ്ങനെ വ്യവഹരിക്കുന്നു. അജ്ഞനും വ്യവഹരിക്കുന്നു. അജ്ഞന അതാത് വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ജ്ഞാനത്തെ മാത്രം ആശ്രയിച്ച് വ്യവഹരിക്കുമ്പോൾ ജ്ഞാനി ആത്മജ്ഞാനത്തെ ആശ്രയിച്ച് വ്യവഹരിക്കുന്നു. ജ്ഞാനിയിൽ എന്താ രണ്ട് ജ്ഞാനമുണ്ടോ? ആത്മജ്ഞാനവും പിന്നീട് ഓരോ വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനവും. അപ്പോൾ ആത്മജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു. അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ അജ്ഞാനകാര്യമായ ഭേദജ്ഞാനം നശിക്കുന്നു. ഭേദജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെ ആ ഭേദജ്ഞാനത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരം സംഭവിക്കുന്നതാണ് ചോദ്യം. അതിന് പറയുന്നു അനേന ആത്മനാ ജ്ഞാനേഹി യസ്മാൻ ഏത് സർവം അനാത്മജാതം അന്യത് സർവ സമസ്തം ഏത് ജാനാതി. ജ്ഞാനി ആത്മജ്ഞാനം കൊണ്ട് തന്നെ സർവത്തെ അറിയുന്നു. സംശയം വേണ്ട. ആത്മജ്ഞാനത്തിലൂടെ തന്നെ ജലജ്ഞാനം, അഗ്നിജ്ഞാനം, ജലത്തെയും അഗ്നിയെ അറിയുന്നു. അതെങ്ങനെ സംഭവിക്കും? ആത്മജ്ഞാനം കൊണ്ട് ജലത്തെയും അഗ്നിയെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജ്ഞാനം കൊണ്ട് വേറൊരു ജ്ഞാനത്തെ അറിയുന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെ സംഭവിക്കാറുണ്ടോ? പശുവിനെ കുറിച്ചുള്ള അറിവുകൊണ്ട് കുതിര അറിയാൻ പറ്റും? ഇല്ലല്ലോ. ഇത് പശുവാണ് എന്നുള്ള അറിവുകൊണ്ട് പശുവിനെ അറിയാൻ പറ്റും. ഇത് കുതിരയാണ് എന്നുള്ള ജ്ഞാനം കൊണ്ട് കുതിരയെ അറിയാൻ പറ്റും. ആത്മജ്ഞാനം കൊണ്ട് എങ്ങനെ മറ്റുള്ളതിനെയൊക്കെ അറിയുന്നു? അപ്പോൾ ഒരു ജ്ഞാനം കൊണ്ട് വേറൊരു ജ്ഞാനത്തെ അറിയുന്നു. നമ്മുടെ അനുഭവത്തിന്, സാമാന്യ അനുഭവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ തത്വശാസ്ത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അവിടെ യുക്തിഭംഗം, ദോഷം വരും.
അതുകൊണ്ടാണ് ഇവിടെ ചോദിക്കുന്നത് നന്നു അന്യജ്ഞാനേന അന്യം നന്യായതേ ഇത് അസ്യ പരിഹാരം ദുന്ദുഭ്യാദി ഗ്രന്ഥേന വക്ഷ്യാമഹ പറയുന്നു. അതിന് സമാധാനം ഇനി പറയാം വ്യക്തമായിട്ട്. അവിടെ സംശയന്യായമാണ്. ആത്മജ്ഞാനിക്ക് ആത്മബോധം മാത്രമേ ഉള്ളൂ. അജ്ഞാനം നശിച്ചു, ഭേദജ്ഞാനം നശിച്ചു. അതിൽ പിന്നെ അജ്ഞാനത്തെ നശിപ്പിച്ചിട്ടുണ്ട്. ഈ ആത്മജ്ഞാനം കൊണ്ട് എന്താ പ്രയോജനം? വെളിച്ചം വരിക, ഇരുട്ട് പോകാതിരിക്കുക, വെളിച്ചം കൊണ്ട് എന്താ പ്രയോജനം? ആത്മബോധം കൊണ്ട് അജ്ഞാനം നശിച്ചു. ശരി, സംബന്ധിച്ചു, അജ്ഞാനം നശിച്ചു. അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ ആ അജ്ഞാന കാര്യങ്ങളും നശിക്കണം. ഉപയോഗിക്കുന്നുണ്ട്. പറയുന്നു ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കണ്ടു. ഉറക്കം പോയാൽ സ്വപ്നം പോകണം. ഉറക്കം പോയി സ്വപ്നം വീണ്ടും ഉണ്ട്. അത് സംഭവിക്കാൻ പാടില്ലല്ലോ. അതുപോലെ ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചാൽ അജ്ഞാനകാര്യമായ വ്യവഹാരങ്ങളും നശിക്കും. അപ്പോൾ അജ്ഞാനകാര്യമാണ് ഭേദവ്യവഹാരം എന്നാ പറയും. അഗ്നിജ്ഞാനം ജലജ്ഞാനമല്ല. അത് പോകണം. അത് പോകുന്നില്ല, വീണ്ടും ഉണ്ട്. എന്തുകൊണ്ട് പറയുന്നു? അതിന്റെ പരിഹാരം ദുന്ദുഭ്യാദി. ഇനി അടുത്ത് ദുന്ദുബി, വീണ തുടങ്ങിയ ഉദാഹരണങ്ങൾ പറയുകയാണ്. ഇവിടെ പറയുന്നു അനേന ആത്മന ജ്ഞാതേന ഹി സർവം വേദ. അതിനെ വാർത്തികാരൻ വിശദീകരിക്കുന്നുണ്ട്. എന്താണ്? അനേനേതി തൃതീയേയം ഇത്തം ഭൂതാർത്ഥലക്ഷണ ഇദം ധി ശബ്ദഗമ്യസ്യ പ്രത്യക്മാത്ര സതത്വതഃ. അനേന എന്ന് പറയുന്നത് ഭക്ഷ്യത്തിൽ പറഞ്ഞതിനും അത് വാർത്തകാരൻ വ്യാഖ്യാനിക്കുകയാണ്. അനേന എന്ന് പറയുന്നത് തൃതീയാന്തമാണ്. തൃതീയ പലതരത്തിലുണ്ട്. കർത്തൃകർണയോസ് തൃതീയ, ഇത്തം ഭൂതലക്ഷണേ തൃതീയ. പല സ്ഥലത്തും വന്നിട്ടുണ്ട്, നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ജഡാഭിസ്താപസ അങ്ങനെ പറയുന്നു. ജഡാഭിതാപസ ഒരു പ്രയോഗമാണ്. ഒരു വ്യക്തിയെ കാണുന്നു, കാണുമ്പോൾ അയാളെ തിരിച്ചറിയുന്നു. എന്താണ്? ഇവൻ താപസനാണ്, തപസ് ചെയ്യുന്നവനാണ്. എങ്ങനെ തിരിച്ചറിഞ്ഞു? ജഡാഭി, ജഡയെ കൊണ്ട്. അവിടെ തൃതീയ ഉപയോഗിച്ച് ജഡാഭി. അപ്പോൾ ആ വ്യക്തിയിലുള്ള താപസത്വം, ആ താപസധർമ്മം, അതിനെ ബോധിപ്പിക്കുന്നത് ജഡ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജഡാശബ്ദത്തെ തൃതീയ ഉപയോഗിച്ചതാണ്. ഇത്തം ഭൂതലക്ഷണ തൃതീയ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ഒരവസ്ഥയെ പ്രാപിച്ച ഒന്നിനെ കാണിക്കാൻ വേണ്ടി അതിന്റെ ജ്ഞാപകമായതിന് തൃതീയ ഉപയോഗിക്കണം. ഇവിടെ ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേക അവസ്ഥയാണ് താപസത്വം. അതിനെ കാണിക്കുന്നതിന് വേണ്ടി ജഡാശബ്ദത്തെ തൃതീയ ഉപയോഗിച്ചു, മറ്റൊരു അവസ്ഥയെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എന്നെ പറയും ഇത്തം ഭൂതലക്ഷണം തൃതീയ എന്ന് പറയും. അതുപോലെ ഇവിടെ അനേന എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. ഇവിടെ എന്ത് അർത്ഥത്തെയാണ് ബോധിപ്പിക്കുന്നത്? ഭാഷ്യകാരൻ പറഞ്ഞു അനേന ആത്മന ജ്ഞാതേന. എന്തുകൊണ്ടിരുന്നു? ഏത് സർവം, ഈ കാണുന്ന സർവവും. ഇത് ജ്ഞാനിയുടെ അനുഭവത്തെ കുറിച്ച് പറയും. ജ്ഞാനി പ്രത്യേക തത്വത്തെ ഗ്രഹിച്ചു, സ്വസ്വരൂപത്തെ ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ആ അറിവ് കൊണ്ട് ഈ കാണുന്ന സർവവും അറിയപ്പെട്ടു എന്നാണ്. സമസ്തം വേദ. തന്റെ സ്വരൂപത്തെ ഗ്രഹിച്ചപ്പോൾ സർവത്തെ അറിയും. അവിടെയാണ് ചോദ്യം വരുന്നത്,
തന്റെ സ്വരൂപം എന്ന് പറയുന്ന ആത്മാവ്, ആത്മാവിനെ അറിഞ്ഞതുകൊണ്ട് എങ്ങനെ മറ്റുള്ളതിനെ അറിയാൻ കഴിയും? ഒരു ജ്ഞാനം കൊണ്ട് എങ്ങനെ മറ്റൊന്നിനെ അറിയാൻ പറ്റും? പ്രപഞ്ചബോധം വരെ ആത്മബോധം വരെ. ആത്മബോധം കൊണ്ട് പ്രപഞ്ചത്തെ എങ്ങനെ അറിയാൻ കഴിയും? അതറിയാം. അതെങ്ങനെ അറിയുന്നു? അതിനുവേണ്ടിയിട്ടാണ് ആ തൃതീയ പ്രയോഗിച്ചിരിക്കുന്നത്. അനേന ആത്മന. എങ്ങനെ? ഇതം ശബ്ദ പ്രത്യേക വിഷയം അഖിലം ദൃശ്യമാനം ദൃശ്യജാതം പ്രത്യേകം മാത്രം. അങ്ങനെ അറിയുന്നു. ഇവിടെ ആദ്യം അറിഞ്ഞ എന്താണ്? തന്റെ സ്വരൂപത്തെ. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണോ? ഇതം ശബ്ദ പ്രത്യേക വിഷയം. പ്രപഞ്ചത്തെ ഒറ്റവാക്കി പറഞ്ഞു. ഇതം എന്ന് പറയുന്ന ശബ്ദത്തിനും ഇതം എന്ന് പറയുന്ന ജ്ഞാനത്തിനും വിഷയമായിരിക്കുന്ന എന്തോ അതാണ് പ്രപഞ്ചം. ആത്മാവിനെ അഹം ശബ്ദം കൊണ്ടറിയുന്നു. അസ്മദ് രൂപത്തിലും തന്നെ അങ്ങനെ അറിയുന്നു, ഞാൻ. പക്ഷെ അവിടെ തന്റെ ശരീരം തുടങ്ങി ശരീരത്തെ അറിയുന്നു. അയം, ഈ ശരീരം, ഇതം ശബ്ദം കൊണ്ടറിയുന്നു. ഈ ശരീരത്തിൽ തുടങ്ങി ബാഹ്യമായിട്ടുള്ള സർവത്തെയും ഏതിനെയും, സൂര്യനോ ചന്ദ്രനെയോ ഏതിനെയോ ഇതം ശബ്ദം കൊണ്ട് നമുക്കറിയാം. ഇത്, ഈ വസ്തു, ഇവൻ, ഇവൾ, ഇതെല്ലാം ആ ശബ്ദത്തിലൂടെ, ആ ജ്ഞാനത്തിലൂടെ. അതാണ് ഇതം ശബ്ദ പ്രത്യയം. അങ്ങനെ അറിയുന്നതാണ് ഈ പ്രപഞ്ചം, ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന് പ്രത്യക്ഷരൂപം, അഹം ശബ്ദത്തിലൂടെ എത്തിച്ചേരുന്ന സ്വസ്വരൂപം. മറ്റൊന്ന് ഇതം ശബ്ദത്തിലൂടെയും ഇതം ജ്ഞാനത്തിലൂടെയും അറിയുന്ന പ്രപഞ്ചം. എന്താ ഇതിലുള്ള നമ്മളുടെ ബന്ധം? പറയുന്നു അനേന. ഈ അഹം ശബ്ദത്തിലൂടെ എത്തിച്ചേരുന്ന ആത്മസ്വരൂപം, അതിനെ അറിയുന്നതുകൊണ്ട് ഈ ഇതം ശബ്ദത്തിലൂടെ അറിയപ്പെടുന്ന ഈ പ്രപഞ്ചം എന്താണത്? ദൃശ്യജാതം. ഇതം ശബ്ദ പ്രത്യേക വിഷയം അഖിലം ദൃശ്യജാതം. എന്താ? പ്രത്യേക മാത്രം. അഹം ശബ്ദത്തിലൂടെ അന്വേഷിച്ച് കണ്ടെത്തിയ പരമാർത്ഥ തത്വം തന്നെയാണ്. ഇത് ശബ്ദത്തിലൂടെ അറിഞ്ഞ ഈ ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചം എന്താണ്? പ്രത്യേക മാത്രം. അതാണ് പറഞ്ഞത് അനേനാത്മന. ഈ ആത്മാവിനെ അറിഞ്ഞ് ഇതിലൂടെ ഈ അറിവ് എന്ത് ചെയ്തു? പ്രപഞ്ചത്തെ പ്രത്യേക സ്വരൂപമായി ബോധിപ്പിക്കുന്നു. പ്രപഞ്ചത്തിന് ആത്മാവുണ്ടെന്നല്ല, താൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ തന്നെ തന്നെ ബോധിക്കുന്നു സർവവുമായിട്ട്. അങ്ങനെ അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അനേന എന്ന് തുടങ്ങിയത്. ആത്മാവിന്റെ അറിവിലൂടെ ഇതെല്ലാം അറിയുന്നു എന്ന് പറഞ്ഞാൽ തന്റെ സ്വരൂപജ്ഞാനത്തിലൂടെ ഇത് സർവവും തന്റെ സ്വരൂപം തന്നെ എന്നറിയുന്നു. അതാണ് ശരിയായ ആത്മബോധം. അതാണ് ഇവിടെ പറഞ്ഞത് ഇതം ശബ്ദ പ്രത്യേക വിഷയം അഖിലം ദൃശ്യജാതം പ്രത്യേക മാത്രം. താൻ സാക്ഷാത്കരിച്ച തന്റെ സ്വരൂപം അതുതന്നെയാണ് ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സർവവും. ആണ് സർവം കല്ലിതം ബ്രഹ്മ ആത്മേവേദം സർവം. തന്റെ സ്വരൂപം തന്നെ. അല്ലാതെ തന്നിൽ ഒരാത്മാവിനെ കാണുക, ഈ പ്രപഞ്ചത്തിന് ആധാരമായ ഒരാത്മാവിനെ കാണുക, അങ്ങനെ രണ്ട് കാഴ്ചയാണ്. ഇമമർത്ഥം ലക്ഷ്യേതി ഗമേരീതി തഥ ഉച്യതി. അതിനു വേണ്ടിയിട്ടാണ് അനേനാത്മന എന്ന് പറഞ്ഞത്. ഇവിടെ അനുഭവം ഒന്നേ ഉള്ളൂ, ഏകമായ അനുഭവം. എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരാത്മാവ്, ഈ പ്രപഞ്ചത്തിന് ഒരു ആത്മാവ്, ഇത് രണ്ടും കൂടിച്ചേരുന്നു, അങ്ങനെയില്ല. എന്റെ സ്വരൂപം തന്നെയാണ് ഈ പ്രപഞ്ചം. ആണ് ദൃശ്യജാതം പ്രത്യേകമാകും. പ്രത്യേകം പറയുന്നു നാമരൂപാത്മകമായി കാണപ്പെടുന്ന ഇത്, അത് പ്രത്യേക സ്വരൂപമാണ്. വ്യക്തമായി ധരിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട്? ഇതമർത്ഥസ്യ സർവസ്യ അനുഭവാത്മക പ്രത്യേകമാത്ര സ്വഭാവത്വ. തന്നെ ബോധ്യപ്പെട്ടു.
എന്നുവെച്ചാൽ തന്റെ പരമാർത്ഥം എന്താണെന്ന് ബോധ്യപ്പെട്ടു. അതിനെന്താ പറയുന്നത്? ആ ബോധ്യപ്പെടൽ, അറിവ് അല്ലെങ്കിൽ അനുഭൂതി, അനുഭവം, അങ്ങനെ പറയും. തന്നെക്കുറിച്ചുള്ള അനുഭവം. തന്നെ എങ്ങനെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ തന്നെക്കുറിച്ചുള്ള ആ അനുഭവം, ആ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പ്രപഞ്ചത്തെ കാണുന്നത്. ശരി, തന്നെക്കുറിച്ചുള്ള അനുഭവത്തെ വിട്ടിട്ട് പ്രപഞ്ചത്തെ കാണുകയല്ല. സാധാരണ പറയുന്നു, അജ്ഞൻ ദേഹാത്മബുദ്ധിയോടുകൂടി എങ്ങനെ പ്രവർത്തിക്കുന്നു, അതുപോലെ ജ്ഞാനി ആത്മബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിന്റെ താല്പര്യം ഇതാണ്. താൻ ഈ പ്രപഞ്ചത്തിൽ ഓരോ വ്യവഹാരങ്ങളെല്ലാം ഏർപ്പെടുമ്പോൾ എന്താ, താൻ ആരാണ് എന്നുള്ള വിസ്മരിച്ചിട്ടല്ല, തന്നെ ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ്. തന്നെക്കുറിച്ച് ഏതെല്ലാം വിശേഷണങ്ങളോടുകൂടി ബോധ്യപ്പെടുന്നു, ആ ബോധ്യത്തോടുകൂടി തന്നെയാണ് വ്യവഹാരത്തിൽ ഏർപ്പെടുന്നത്. എന്താ, താൻ പുരുഷനാണെന്ന് തന്നെക്കുറിച്ച് ബോധമുണ്ടെങ്കിൽ വ്യവഹാരത്തിൽ ഇടപെടുമ്പോൾ സ്ത്രീ എന്ന് ധരിക്കുകയില്ല, സ്ത്രീ മറിച്ച് പുരുഷനെന്ന് ധരിക്കുകയില്ല. അത് മാറ്റാൻ കഴിയില്ല. ആ ബോധത്തെ മാറ്റിവെച്ചിട്ട് ഒരു തരത്തിലുള്ള വ്യവഹാരവും സാധ്യമല്ല. എന്തുകൊണ്ടത് സഹജമായിപ്പോയി? ദേഹാത്മബുദ്ധി സഹജമായതുകൊണ്ട് അത് നഷ്ടപ്പെടുന്നില്ല. അതവിടെ ഉണ്ട്, അതിനെ വിസ്മരിക്കുന്നില്ല. നമ്മൾ വിചാരിക്കുക നഷ്ടപ്പെട്ടു പോയില്ല. അത് അവിടെ ദൃഢമായിട്ട് തന്നെയുണ്ട് ദേഹാത്മബുദ്ധി. അതുകൊണ്ട് ആ ബോധത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ആ ബോധത്തെ ഓർമ്മിക്കേണ്ട ആവശ്യം വരുന്നില്ല, ആ ബോധത്തെ ആവർത്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. അല്ലാതെ തന്നെ അതവിടെ ഉണ്ട്. നഷ്ടപ്പെട്ടാലേ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. എപ്പോഴെങ്കിലും ധരിച്ചോ ഞാൻ പുരുഷനല്ല എന്നു മുതലാണോ പുരുഷനാണെന്ന് ധരിക്കാൻ തുടങ്ങിയത്, എന്നു മുതലാണോ സ്ത്രീ എന്ന് ധരിക്കാൻ തുടങ്ങിയത്? അത് ഈ ശരീരനാശം വരെ അതവിടെ ഉണ്ട്. അതുപോലെയാണ് ഇവിടെ പറയുന്നത് ആ പ്രത്യേക ബോധം, ആത്മബോധം, അത് ബോധിച്ചു കഴിഞ്ഞാൽ ആ ബോധം നിലനിൽക്കുന്നു. പ്രപഞ്ചബോധമോ ഇതമർത്ഥസ്യ സർവസ്യ അനുഭവാത്മക പ്രത്യേകമാത്ര സ്വഭാവത്വ. ആ പ്രത്യേക ബോധം ആ അനുഭവത്തിൽ വിട്ടിട്ട് പ്രപഞ്ചത്തെ കാണാൻ കഴിയും. അത് നടക്കില്ല. ആ ബോധത്തിൽ പ്രപഞ്ചത്തെ കാണും. ആ ബോധം എന്താണ്? പ്രത്യേക ബോധമാണ്. പ്രപഞ്ചത്തെ കാണുന്നിടത്ത് പ്രത്യേക ബോധം നഷ്ടപ്പെടുന്നില്ല. എങ്ങനെയാണോ പ്രപഞ്ച വ്യവഹാരത്തിൽ പുരുഷബോധ സ്ത്രീബോധം ഒന്നും നഷ്ടപ്പെടാതിരിക്കും, അതുപോലെ അങ്ങനെ ഒരു ബോധം ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയാൻ കഴിയുന്നില്ല. നമുക്കുള്ള ബോധം വെച്ച് ചിന്തിക്കാനേ പറ്റൂ. അതുകൊണ്ടാണ് ദൃഷ്ടാന്തം പറയുന്നത്. ഇവിടെ അങ്ങനെയാണ് പറയുന്നു. എന്താണ്? ഇതമർത്ഥസ്യ സർവസ്യ അനുഭവാത്മക പ്രത്യേക മാത്ര സ്വഭാവത്വ. ആ ബോധത്തിൽ കാണുന്നു. ആത്മബോധത്തിൽ തന്നെയാണ് വ്യവഹാരം. ആത്മബോധത്തെ ഗ്രഹിച്ചവൻ തഥാച അനേന സർവാഭിന്നതയാ ജ്ഞാതേന ആത്മന അർത്ഥം അഭിപ്രേത്യ. സർവാഭിന്നമായിരിക്കുന്നു. സർവാഭിന്നത എങ്ങനെ വരും? പശുവും ആനയും ഒന്നാവും? ഇല്ലല്ലോ. പശു ആന എന്നും വെവ്വേറെ അറിയുമ്പോൾ പശു ആനയും ഒന്നാകത്തില്ല, അത് വേറെ തന്നെയാണ്. പശുവിനെ പശുവായിട്ടും ആനയെ ആനയായിട്ടും എറിയുമ്പോൾ അത് വേറെ തന്നെയാണ്. പക്ഷെ അത് ഒന്നാകാം. അതിന് ഒന്നായിട്ട് പറയും. എങ്ങനെ? അതിനെക്കുറിച്ച് പഠിക്കുന്നു. എന്നിട്ട് പറയുന്നു ആ പശു പഞ്ചഭൂതാത്മകമാണ്, ആനയും കുതിരയും എല്ലാം പഞ്ചഭൂതാത്മകമാണ്.
അതിനറിയുന്നു. ഇത് പഞ്ചഭൂതാത്മകമായി അറിയുമ്പോൾ അത് ഏകമായ ജ്ഞാനമായി. അതിന് അവിടെ ഭേദജ്ഞാനം ഉണ്ടെങ്കിലും പഞ്ചഭൂതാത്മകമായ ജ്ഞാനം കൊണ്ട്, പഞ്ചഭൂതാത്മകമായ ജ്ഞാനത്തിൽ ആ ഭേദജ്ഞാനം കീഴ്പ്പെട്ടു പോയി. അപ്പോൾ അവിടെ ഏകമായി കഴിഞ്ഞു. ദൃഢമായ ഭേദജ്ഞാനം ഉണ്ടായിട്ടുകൂടി താത്വികമായി ഒന്നായി അറിയുന്നു. അങ്ങനെയാണെങ്കിൽ പ്രത്യേക ബോധം, തന്നെ അറിഞ്ഞ ബോധം, ആ ബോധത്തിൽ പ്രപഞ്ചത്തെ കാണുമ്പോൾ മറ്റ് ഭേദബോധങ്ങൾ ഉണ്ടെങ്കിലും അതിനെ കീഴ്പ്പെടുത്തി ഈ അനുഭവം പ്രത്യേക ബോധത്തിൽ ഇതനുഭവപ്പെടും എന്നാണ്. ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലായി. പ്രത്യേക ബോധത്തിൽ ഇതനുഭവപ്പെടും എന്നാണ്. സർവ അഭിന്നത, അതാണ് സർവ അഭിന്നമായി. സർവത്തിനോട് എന്താ അഭിന്നമായിരിക്കുന്നു? ഒരിക്കലും കുതിരയും പശു ഒന്നാകത്തില്ല. പക്ഷെ അവിടെ ഒരു അഭിന്നതയുണ്ട്, അഭേദമുണ്ട്. എന്താണ്? രണ്ടും പഞ്ചഭൂതാത്മകമാണ്. അതുപോലെ സ്വാനുഭവം അത് കൈവന്നു കഴിഞ്ഞു. പ്രത്യേക ബോധം അത് കൈവന്നു വരുവാന് ആ പ്രത്യേക ബോധത്തിലെ പ്രപഞ്ചത്തെ കാണാൻ കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത് സർവവും പ്രത്യേക മാത്രം. അവിടെ അഭിന്ന ജ്ഞാനമുണ്ട്. ആ പ്രത്യേക ബോധത്തിൽ സർവവും അഭേദമായിരിക്കുന്നു. അവിടെ ജലത്തിന് ജലജ്ഞാനവും അഗ്നിക്ക് അഗ്നിജ്ഞാനവും ഇല്ലാതെ എങ്ങനെ വ്യവഹാരം നടക്കും? കേവല പ്രത്യേക ബോധത്തിൽ മറ്റു ബോധങ്ങളൊന്നും ഇല്ലാതെ വരും. ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഭേദബുദ്ധി ആശ്രയിച്ചുള്ള വ്യവഹാരം സംഭവിക്കാൻ പാടില്ല. പക്ഷെ ആത്മജ്ഞാനിയും ആ ഭേദത്തെ ആശ്രയിച്ച് വ്യവഹരിക്കുന്നുണ്ടല്ലോ, അതെങ്ങനെ സംഭവിക്കുന്നു? അതിനാണ് ഇവിടെ പറഞ്ഞത് അസ്യ പരിഹാരം ദുന്ദുഭ്യാദിഗ്രന്ഥേന വക്ഷ്യാമഹ. അവിടെ ദുന്ദുബി ദൃഷ്ടാന്തത്തിൽ പറയും. ദുന്ദുബി, വീണ തുടങ്ങിയ പെരുമ്പറയുടെ ശബ്ദം കേൾക്കുന്നു. ആ പെരുമ്പറയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു ശബ്ദമേ കേൾക്കുന്നുള്ളൂ. വീണയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു ശബ്ദമേ കേൾക്കുന്നുള്ളൂ. അത് ശരിയാണ്. സാമാന്യമായ അവിടെ ഒരു ശബ്ദമേ ഉള്ളൂ. ആത്മജ്ഞാനിക്ക് ആത്മാനുഭവമേ ഉള്ളൂ. പക്ഷേ ഈ ശബ്ദങ്ങളിലെല്ലാം താരം, മന്ദം തുടങ്ങിയ ധ്വനിവിശേഷങ്ങളുണ്ട്. അതോടെ ഉണ്ടല്ലോ. സാമാന്യമായി കേവലം ദുന്ദുബി ശബ്ദമെന്ന് അറിയുന്നിടത്ത് തന്നെ സാധാരണഗതി തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ അതവിടെ ഉണ്ട്. ആ ശബ്ദത്തിന്റെ വിശേഷഭേദങ്ങൾ അവിടെയുണ്ട്. പക്ഷെ പ്രാധാന്യത്തിന് ആ ഏക ശബ്ദത്തിന്, വീണാശബ്ദം അല്ലെങ്കിൽ ദുന്ദുബി ശബ്ദം, അതിൻ്റെ ഉള്ളിൽ വരുന്ന വകഭേദങ്ങൾ അത് അവിടെയുണ്ട്. പക്ഷെ പൊതുവെ പറയും എന്താണ്? അത് ദുന്ദുബിയുടെ ശബ്ദമാണ് എന്ന് പറയും. സംഗീതം കേൾക്കുമ്പോൾ അതിൻ്റെ സ്വരഭേദത്തെ സാധാരണ ഒരാൾക്കറിയാൻ പറ്റുന്നില്ലല്ലോ. കേവലം ശബ്ദം, മനോഹരമായ ശബ്ദം എന്ന് പറയും. അതുപോലെ ഈ ആത്മബോധം, പ്രത്യേക ബോധം അത് സാമാന്യമായിരിക്കെ അതിൽ ജലജ്ഞാനം, അഗ്നിജ്ഞാനം തുടങ്ങിയ വിശേഷജ്ഞാനങ്ങളും അന്തർഭവിച്ചിരിക്കാം. അതിനെ ആശ്രയിച്ച് വ്യവഹാരവും നടക്കാം, ഭേദവ്യവഹാരവും നടക്കാം എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതില്ല എന്നുള്ള അർത്ഥത്തിലല്ല. അത് ഒന്നിലെങ്ങനെ മറ്റൊന്നിരിക്കും ചോദിക്കും. അത് സാധാരണ കാണാറില്ലല്ലോ. അതിനാണ് ഈ ഉദാഹരണം പറഞ്ഞത്. ശബ്ദത്തിന്റെ ഉദാഹരണം ജ്ഞാനത്തിന് യോജിക്കും.
ശബ്ദം സാമാന്യമായും അതേസമയം വിശേഷമായിരിക്കുന്നത് പോലെ പ്രത്യേക ബോധം സാമാന്യമായും ഭേദജ്ഞാനം അതിന് വിശേഷമായും ഇരിക്കും. അപ്പോൾ ആ പ്രത്യജ്ഞാനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ ഭേദജ്ഞാനത്തെ അപേക്ഷിച്ച് വ്യവഹാരം നടക്കും. ഒരു ശബ്ദത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന വിശേഷജ്ഞാനങ്ങളെ ഗ്രഹിക്കുന്നവൻ ആ ശബ്ദ സാമാന്യജ്ഞാനം ഉണ്ടെങ്കിലും ഉള്ളപ്പോൾ തന്നെ ആ വിശേഷജ്ഞാനങ്ങളെ ഗ്രഹിക്കുന്നവൻ ആ സ്വരഭേദമനുസരിച്ച് സന്തോഷിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപശ്രുതി വന്നു കഴിഞ്ഞാൽ ദുഃഖം വരുന്നില്ല. ആ ഭേദം ഗ്രഹിക്കുന്നവൻ അതനുസരിച്ച് അനുകൂല പ്രതികൂല ഭാവങ്ങളും അതനുസരിച്ച് സുഖദുഃഖാനുഭവങ്ങളും ഉണ്ടാകും. അതിന്റെ അർത്ഥം എന്താണ്? അയാൾ സാമാന്യമായി ശബ്ദത്തെ കേൾക്കുന്നില്ലെന്നാണോ? അല്ലല്ലോ. അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഭേദവ്യവഹാരം എങ്ങനെ നടക്കും? അവിടെ ഭേദജ്ഞാനമുണ്ട്. ആത്മബോധം എങ്ങനെ നിൽക്കും? ഭേദവ്യവഹാരം നിൽക്കും. ആത്മബോധം സർവബോധത്തെയും ഉൾക്കൊണ്ട് നിൽക്കുന്നു. അതാണ് പറഞ്ഞു വരുന്ന താല്പര്യം. കാരണം അത് പ്രത്യേക ബോധമാണ്. ആ പ്രത്യേക സ്വരൂപത്തെ ആശ്രയിച്ചിട്ടാണ് ഈ നാമരൂപാത്മകമായ പ്രപഞ്ചം നിൽക്കുന്നത്. അതുകൊണ്ട് ആ പ്രത്യേക ബോധത്തെ സാക്ഷാത്കരിച്ചവന് ആ ബോധത്തെ ആശ്രയിച്ച് തന്നെ ഈ പ്രപഞ്ച ബോധവും പ്രപഞ്ച വ്യവഹാരവും നിൽക്കാം. അത് സാമാന്യ വിശേഷഭാവം എന്നുള്ള രീതിയിലൂടെ ദന്തുഭി ദൃഷ്ടാന്തത്തിലൂടെ അതവിടെ വിശദീകരിക്കും. ഇവിടെ ഞാൻ മുൻകൂട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അത് സംഭവിക്കാം എന്നർത്ഥം. അതുകൊണ്ട് തത്വജ്ഞാനി എങ്ങനെ വിവരിക്കും? രണ്ട് ജ്ഞാനം ഉണ്ടാകുമോ? ഇത്തരം ചോദ്യങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല, യുക്തിയുടെ മുമ്പിൽ നിൽക്കുന്നതല്ല. അത് സംഭവിക്കാം. അതുകൊണ്ട് എന്താണ് ഇവിടെ ചോദിച്ചെന്താണ്? എന്നൊന്നും അന്യജ്ഞാനേന അന്യെന്ന ജ്ഞായത്തെ. ഒന്നിനെ അറിഞ്ഞാൽ അങ്ങനെ മറ്റൊന്നറിയും. ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ അറിവുകൊണ്ടെങ്ങനെ ശബ്ദത്തെ അറിയും, രൂപത്തെ അറിയും, രസത്തെ അറിയും, ഗന്ധത്തെ അറിയും? അതിന് സമാനം പറഞ്ഞു കഴിഞ്ഞു. അസ്യ പരിഹാരം ദുർദിഭ്യാദി ഗ്രന്ഥേന വക്ഷ്യാമഹ. അടുത്ത് ചോദിക്കുന്നു, ശരി, അപ്പോൾ ആത്മബോധത്തിൽ ഇരിക്കുന്ന ജ്ഞാനിക്ക് വ്യവഹാരം അസാധ്യമായി വരുന്നില്ല. വ്യവഹാരജ്ഞാനം ആത്മബോധത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. ഏകദേശം ഇതുപോലെയാണ്. ഇതല്ലെങ്കിലും യാവാനർത്ഥ ഉദപാനെ സർവത സമ്പ്രദോദകെ എന്ന് പറയുന്നിടത്തും ഇതിന്റെ ഒരു ആശയം വരുന്നുണ്ട്. അത് വേറെ സന്ദർഭത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ അടുത്ത് മറ്റു ചോദിക്കുന്നു, കഥം പുനരേതത് പതനീയമിതി ഉച്യതേ യഥാ വൈ ലോകേ പദേന ഗവാദി ഖുരാങ്കിതോ ദേശഃ പദമിത്യുച്യതേ തേന പദേന നഷ്ടം വിവിച്ഛിതം പശും പദേന അന്വേഷ്യമാണോ അനുവിന്ദേ ലഭേത ഏവം ആത്മനി ലബ്ധേ സർവം അനുലഭത ഇത്യർത്ഥഃ. മുമ്പ് പറഞ്ഞതിന്റെ വ്യാഖ്യാനം. ഇത് ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നതിന്റെ താല്പര്യം, എങ്ങനെ ഈ ആത്മതത്വം, പരമാർത്ഥമായിരിക്കുന്ന ആത്മതത്വത്തെ, ഇവിടെ ഒന്ന് പറയുന്നു, ഒന്ന് സ്വരൂപജ്ഞാനം, എന്നുവെച്ചാൽ സ്വരൂപമായിരിക്കുന്ന ജ്ഞാനം. ആത്മാവ് സാക്ഷാത് അപരോക്ഷമാണ്. അപരോക്ഷമായിരിക്കുന്ന ആത്മാവ് അത് അതിന്റെ സ്വരൂപം തന്നെ ജ്ഞാനമാണെന്ന് പറയുന്നു. ഇവിടെ ചർച്ച ചെയ്യുന്നത് ആ ജ്ഞാനത്തെക്കുറിച്ചല്ല, ആത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തെക്കുറിച്ച്. അങ്ങനെയുള്ള ആത്മാവിനെ കുറിച്ചുള്ള ഒരു ജ്ഞാനം, പരമാർത്ഥമായിരിക്കുന്ന പരമാർത്ഥ ജ്ഞാനസ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ കുറിച്ചൊരു ജ്ഞാനം.
രണ്ടാമതൊരു ജ്ഞാനം അതുണ്ടാകുമെന്നാണ് പറയുന്നത്. അതിൽ പറഞ്ഞ ശ്രവണ സമകാലയവ സ്വസ്വരൂപത്തെ അറിയുന്നു. അറിയാൻ വയ്യാത്തതാണെങ്കിലും അതിനെ അറിയുന്നു, അപ്രമേയമാണെങ്കിലും അറിയുന്നു എന്നൊക്കെ പറയുന്നു. അപ്പൊ ആ പരമാർത്ഥത്തെ നിങ്ങൾ എങ്ങനെ അറിയും? എന്തിനെ ആശ്രയിച്ചറിയും? ഈ ബുദ്ധി, ഈ ഭേദബുദ്ധിയിൽ നിൽക്കുന്ന ഈ ബുദ്ധി, മനസ്സ്, ഈ കർണങ്ങൾ, ശ്രവണേന്ദ്രിയം, ശ്രുതി, ഇതിനെ ഉപദേശിക്കുന്ന ഗുരു വരെ ഇതിനെല്ലാം ആശ്രയിച്ചറിയുന്നു. ഭേദത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നും പരമാർത്ഥമല്ല. എന്നാൽ പരമാർത്ഥമൊന്നും വയ്യ, അതിനറിയാൻ വയ്യ. ഈ പരമാർത്ഥമല്ലാത്ത ഇതെല്ലാം കൊണ്ട് ആ പരമാർത്ഥത്തെ എങ്ങനെ അറിയാൻ കഴിയും? അതാണ് ചോദ്യത്തിന്റെ സാരം. പരമാർത്ഥത്തെ അപരമാർത്ഥം കൊണ്ട് എങ്ങനെ ബോധിക്കും? കഥം പുനർ ഏതത് പതനീയം. പതനീയം, പദഗതവും. പദ ധാതുവിന് ഗത്യർത്ഥമാണ്, പക്ഷെ ഗത്യർത്ഥമുള്ള എല്ലാ ധാതുക്കൾക്കും ജ്ഞാനാർത്ഥമുണ്ട്. അതുകൊണ്ട് അതെങ്ങനെ അറിയും എന്നാണ്. അതിന് വളരെ ദീർഘമായ വ്യാഖ്യാനം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്? യഥാഹവൈ ലോകി പദേന ഗവാദി ഗുരാങ്കിതോ ദേശ പദമിത്തിച്ചത്. പശുവിനെ മറ്റും കൂട്ടത്തോടെ കൊണ്ടു നടന്ന് നോക്കുന്ന ആൾക്കാർ, ഗോപാലന്മാർ, ഗോവിനെ പരിപാലിക്കുന്നവർ, അവർ പശുവിനെ കൊണ്ടുപോയി ഒരു കൂട്ടത്തിൽ കൊണ്ടുപോയി വനത്തിൽ എന്നൊരു പശു വിട്ടുപോയി, എങ്ങോട്ടോ മാറിപ്പോയി. അങ്ങനെ മാറിപ്പോയ പശുവിനെ ഇയാൾ അന്വേഷിക്കും, എങ്ങോട്ട് പോയി. അങ്ങനെ പോയപ്പോൾ വഴിയിലൊരു കാൽപ്പാട് കണ്ട്, പശുവിന്റെ. പശു തറയിൽ ചവിട്ടിയ പാട്. ഉടനെ അയാൾക്ക് മനസ്സിലായി പശു ഇവിടെ അടുത്ത് എവിടെയുണ്ട്, കാൽപ്പാട് കാണുന്നു. എന്താ, കാൽപ്പാടാണോ പശുവല്ല? പക്ഷേ കാൽപ്പാട് പശുവല്ലെങ്കിലും അതിന് പശുവായിട്ടൊരു ബന്ധമില്ല, മണ്ണിലുള്ള ഒരു വെറും അടയാളം മാത്രം. പക്ഷെ ഈ അടയാളത്തെ പിന്തുടർന്ന് വാസ്തവത്തിലുള്ള പശുവിനെ അയാൾ കണ്ടെത്തും. അന്വേഷണം ആ യഥാർത്ഥത്തിലുള്ള പശുവിന്റെ പ്രത്യക്ഷത്തിലെത്തിക്കും. അയാൾക്ക് പശുവിന്റെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. എന്താ, കാൽപ്പാടും പശുവും ഒന്നാണോ? ഇനി ആ കാൽപ്പാട് പശുവിന്റെ ഏതെങ്കിലും ഒരു അംശമാണോ, ഒരു ഭാഗമാണോ? ഒന്നുമല്ല. പശുവിന്റെ കാലാണോ? പശുവിന്റെ കാൽപ്പാടല്ല. കേവലം മണ്ണിലുള്ള ഒരടയാണ്. അതിനെക്കുറിച്ചൊരറിവുണ്ടായി. ആ അറിവിനെ പിന്തുടർന്ന് അന്വേഷിച്ച് പശുവിനെ സാക്ഷാത്കരിച്ചു. ഒരു ദൃഷ്ടാന്തം. രണ്ടും തമ്മിലുള്ള ആ വ്യത്യാസത്തെ കാണിക്കാൻ വേണ്ടി പറയുന്നു. പശു പ്രത്യക്ഷമാണ്, അതിന് സാക്ഷാത്കരിച്ചതാണ്. പക്ഷെ പശുവുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. ആ കാൽപ്പാട് എന്നാ ഒരു ചെറിയ ബന്ധമുണ്ടതാണ്. അതുപോലെ ആത്മ അജ്ഞാനജനിതത്വാ കൽപ്പിതഃ താവത് ആചാര്യാദിരുപായഃ. എന്തിന് ഗുരുവിന്റെ അടുത്ത് പോയി? മറ്റുള്ളവരുടെ അടുത്ത് പോകുന്ന പോലെ അല്ലല്ലോ ഗുരുവിനെ സമീപിക്കുന്നു. ഗുരുവിനെ സമീപിക്കുന്നത് ആത്മബോധത്തിന് വേണ്ടിയിട്ടാണ്.
ആത്മബോധമുള്ളവൻ പിന്നെ ഗുരുവിന്റെ അടുത്ത് പോകും, അതിന്റെ ആവശ്യമില്ല. ആത്മബോധം ഇല്ലാത്തതുകൊണ്ടാണ് ഗുരുവിനെ സമീപിച്ചത്. ആത്മബോധമില്ല എന്ന് പറയാം, അല്ലെങ്കിൽ ആത്മ അജ്ഞാനം ഉണ്ടെന്ന് പറയാം. രണ്ടിന്റെയും താല്പര്യം ഒന്ന് തന്നെ. ഇവിടെ ഇപ്പൊ ആന ഇല്ലെന്നും പറയാം, അല്ലെങ്കിൽ ആനയുടെ അഭാവം ഉണ്ടെന്നും പറയാം. രണ്ടു തരത്തിൽ പറയുന്നു. ആത്മബോധം ഇല്ലായ്മ അല്ലെങ്കിൽ ആത്മ അജ്ഞാനം, സ്വരൂപബോധമില്ലായ്മ, അതുകൊണ്ടാണ് അവൻ ആത്മാവിനെ കുറിച്ചുള്ള ജിജ്ഞാസയുണ്ടായത്, അതിന്റെ ഉപായത്തെക്കുറിച്ച് ചിന്തിച്ചത്, അതിനുവേണ്ടി ഗുരുവിനെ സമീപിച്ചത്, ഗുരുവിൽ നിന്ന് ഉപദേശം നേടിയത്. ഇതിനെല്ലാം കാരണമായിരുന്ന എന്താണ്? സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം. അപ്പോൾ പറയാമല്ലോ, ഇതിനെല്ലാം കാരണമായത് സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞാനമാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, ആത്മ അജ്ഞാന ജനിതത്വ. ഇതെല്ലാം ആത്മാജ്ഞാന ജനിതമാണ്. ഈ വ്യവഹാരം, സാധനാ വ്യവഹാരം, മോക്ഷവ്യവഹാരം, ബന്ധവ്യവഹാരം, ഇതിനെല്ലാം മൂലകാരണമായിരിക്കുന്ന തന്റെ തന്നെ അജ്ഞാനമാണ്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? കാരണം ആത്മബോധമുണ്ടായാൽ പിന്നെ ഇത്തരം വ്യവഹാരങ്ങളെ ആശ്രയിക്കുന്നില്ല. ആത്മജ്ഞാനിക്ക് പിന്നെ ഗുരുവിന്റെ ആവശ്യമുണ്ട്. ആത്മബോധത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടി പിന്നീട് ഒരു ഗുരുവിന്റെ ആവശ്യം വരുന്നില്ല. കാരണം അത് ഗുരുവിൽ നിന്ന് നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇതെല്ലാം എന്താണ്? ആത്മജ്ഞാനജനിതമാണ്. അതുകൊണ്ട് കൽപ്പിത താവത് ആചാര്യാതിരുപായ. അജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ് ഈ വ്യവഹാരങ്ങളെല്ലാം നിൽക്കുന്നതെങ്കിൽ അജ്ഞാനരഹിതമായിരിക്കുന്ന സ്വസ്വരൂപത്തിലെ കേവല പ്രതീതികളാണിതെല്ലാം. അല്ലാതെ ഇതിന് ഇങ്ങനെ ഇടം കൊടുക്കുന്നതിന് മറ്റൊന്നുമില്ല. കേവല പ്രതീതി, കേവല അനുഭവം, പ്രതീതിയുണ്ട്. ശരി, ആ പ്രതീതി സത്യമായിട്ടുള്ള ആയിക്കോട്ടെ. പ്രതീതിയെ സത്യമായിട്ട് അനുഭവിക്കുന്നു. ഇങ്ങനെ ഞാൻ അജ്ഞനാണ്, ഈ അനുഭവം സത്യമാണ്, അതുകൊണ്ട് ഞാൻ ബന്ധനസ്ഥനാണ്, ഇതും സത്യമായ അനുഭവമാണ്. അതുകൊണ്ട് എനിക്ക് ഒരു ഗുരുവിന് ആവശ്യമുണ്ട്, അതും സത്യമായ അനുഭവം. ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിക്കണം. ഇതെല്ലാം തന്നെ സംബന്ധിച്ച് ഈ അനുഭവങ്ങൾ എല്ലാം സത്യമാണ്. പക്ഷെ ആത്യന്തികമായതെന്താണ്? ഈ സത്യാനുഭവവും ആത്മാജ്ഞാനം കൊണ്ടുള്ള കൽപ്പനകളാണ്, പ്രതീതിയാണ്. ആ കൽപ്പനയെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ആചാര്യനുണ്ടായത് ഞാൻ കൽപ്പിച്ചിട്ടാണ്, ശാസ്ത്രം ഉണ്ടായത് ഞാൻ കൽപ്പിച്ചിട്ടാണ്. നമ്മൾ സാധാരണ പറയുന്ന ഭാവന എന്നുള്ള അർത്ഥത്തിലല്ല. താൻ ഭാവന ചെയ്തുകൊണ്ട് ഇതൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ താൻ സങ്കല്പിച്ചത്, ആ അർത്ഥത്തിനുണ്ട്. കൽപ്പന എന്ന് പറഞ്ഞാൽ സങ്കല്പം എന്നുള്ള അർത്ഥമല്ല, ഭാവന എന്നുള്ള അർത്ഥമല്ല. എന്താ, താൻ കൽപ്പിച്ചിട്ടാണോ ഗുരു ഉണ്ടായത്? താൻ ഭാവന ചെയ്തപ്പോൾ ഗുരു ഉണ്ടായത്? അങ്ങനെയല്ല. മറിച്ച് താൻ ആ പരമാർത്ഥ വസ്തു ആയതുകൊണ്ട് തന്നിലുണ്ടാകുന്ന പ്രതീതികളാണിതെല്ലാം. ആ പ്രതീതി രണ്ടു തരത്തിലാകാം, സത്യവുമാകാം അസത്യവുമാകാം. രജ്ജുപ്രതീതിയാണ് ഇതെനിക്കുണ്ടാകുന്നതെങ്കിൽ അത് സത്യമെന്ന് പറയും. സർപ്പപ്രതീതിയാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ മിഥ്യയെന്ന് പറയും. രണ്ടും പ്രതീതിയാണ്. ഇവിടെ ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള തന്റെ സത്യകൽപ്പനകൾ സ്ഥാവതാചാര്യാദിർ ഉപായ, ഇതിനാണ് നമ്മൾ ഉപായമായി സ്വീകരിച്ചിരിക്കുന്നത്. പരമാർത്ഥത്തിൽ ഉള്ള സത്യപ്രതീതികളായ ആചാരാദികളെ
ഉപായമായി സ്വീകരിച്ചിരിക്കുന്നു സത്യബോധത്തിന്. തേന അജ്ഞാന തത്കാര്യ അസംസൃഷ്ടം സത്യം ബ്രഹ്മെന്ന് ജ്ഞാതിശക്യം. അതുകൊണ്ട് പറയുന്നു, ഈ അജ്ഞാനവുമായി ഒരു ബന്ധമില്ല. പരമപരിശുദ്ധമായിരിക്കുന്ന തന്റെ പ്രത്യക്ഷ സ്വരൂപം ഈ പറയുന്ന യാതൊരു പ്രതീതിയും ഇല്ലാത്തതായ ആ പരമാർത്ഥ സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവ് തന്റെ ഈ പ്രതീതികളെ ആശ്രയിച്ച് എങ്ങനെ ഉണ്ടാകും, തന്റെ ഈ അനുഭവങ്ങളെ ആശ്രയിച്ച് എങ്ങനെ ഉണ്ടാകും? അതാണ് ചോദ്യം. എന്തുകൊണ്ട് ഇത് രണ്ടും വിരുദ്ധമായ സ്വഭാവമാണ്. ഇതൊന്ന് വ്യവഹാരം, പരമാത്മവസ്തു പാരമാർത്ഥികം. ഈ വ്യവഹാരത്തെ ആശ്രയിച്ച് എങ്ങനെ പാരമാർത്ഥികമായി ഞാനുണ്ടാകും? വളരെ വിശദീകരിച്ചിരിക്കുകയാണ്. അതിനാണ് ഇവിടെ ദൃഷ്ടാന്തം പറഞ്ഞത്, ഗോവിന്റെ ദൃഷ്ടാന്തം. അസത്യസ്യാപി ശ്രുത്യാചാര്യാദേഹേ അർത്ഥക്രിയാകാരിത്വ സംഭവാ ആത്മതത്വസ്യ പതനീയത്വ ഉപപത്തി. അവിടെ പറയുന്നത്, ഈ അനുഭവങ്ങൾ, ശാസ്ത്രം, ആചാര്യം, ഗുരു, ഉപദേശം, ബന്ധം, മോക്ഷം തുടങ്ങിയ ഈ വ്യവഹാരം, ഈ വ്യവഹാരത്തിൽ ഇതിന് ഒരു വ്യവഹാരക്ഷമത ഇതിനുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഈ വ്യവഹാരത്തിൽ ഒരു സത്യത്വ പ്രതീതിയുണ്ട്. എന്താ? ആചാര്യൻ മിഥ്യയാണെന്നറിഞ്ഞിട്ടാണ് ആചാര്യനെ സമീപിച്ചതല്ല, സത്യമാണെന്നറിഞ്ഞിട്ട് തന്നെയാണ്. ഇതിലെല്ലാം ഒരു സത്യപ്രതീതിയുണ്ട്. ശരി, ആത്മബോധത്തിന് എന്താണ് തടസ്സമായിരിക്കുന്നത്? തന്നെക്കുറിച്ചുള്ള അജ്ഞാനമാണ്. അതായത് തന്നെ അറിയാതിരിക്കുന്നതാണ് എന്ന് വേണമെങ്കിലും പറയാം. അതിനാണ് പറയുന്നത് എനിക്ക് ആത്മബോധമില്ല എന്ന് പറയുന്നത്. ഈ അനുഭവം, ഞാൻ അജ്ഞനാണ്, ഞാൻ എന്താണെന്ന് എന്നെക്കുറിച്ച് അറിയുന്നില്ല എന്ന് പറയുന്ന ഈ അനുഭവം ഈ പറയുന്ന ആചാര്യാദി പ്രതീതി പോലെ സത്യമാണ്. അതിനിവിടെ പറയുന്നു അർത്ഥക്രിയാകാരിത്വം. രണ്ടിനും ഒരേപോലെയുള്ള വ്യവഹാരക്ഷമതയാണ്. എങ്ങനെയാണോ അജ്ഞത്വം സ്വാനുഭവ സിദ്ധമായിരിക്കുന്നത്, പ്രതീതി സിദ്ധമായിരിക്കുന്നത്, അതുപോലെ ശാസ്ത്രവും ആചാര്യനും പ്രപഞ്ചവും സർവവും അതുപോലെ പ്രതീതി സിദ്ധമാണ്, അനുഭവസിദ്ധമാണ്. രണ്ടും ഒരേ തലത്തിലായതുകൊണ്ട് ഒന്നിനൊന്ന് പരിഹാരമാകും. ഈ മുറിക്ക് അകത്താണ് ഇരുളെങ്കിൽ ഈ മുറിക്ക് അകത്ത് വെളിച്ചം കൊണ്ടുവന്നാൽ ആ ഇരുള് നശിക്കും. രണ്ടിനും ഒരേ തലമാണ്. ഒരേ തലത്തിൽ ബാധ്യബാധക ഭാവം വരും. അജ്ഞാനത്തെ താൻ പ്രത്യക്ഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അജ്ഞാനം എന്റെ അനുഭവമാണെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ജ്ഞാനം വരുമ്പോൾ അത് വഴിമാറിപ്പോവും. വഴിമാറിയേ പറ്റൂ. വെളിച്ചം വന്ന ഇരുട്ട് മാറിയാലേ പറ്റൂ. അത് ഇവിടെ വിശദീകരിക്കുന്നു. യഥാ ജ്ഞാത ഗുരാങ്കിത, ഞാൻ അതിന്റെ വ്യാഖ്യാനങ്ങളിലൂടെയാണ് വ്യാഖ്യാനിക്കുന്നത്, ഭാഷ്യം മാത്രമാണ്. വ്യാഖ്യാനമില്ലാത്തവരിരുന്ന് തപ്പി സമയം കളയണ്ട. കാരണം അത് അവിടെ കൂടുതൽ വിശദീകരിക്കും. ചില ഭാഗങ്ങളിൽ ഭാഷ്യത്തിൽ പറയുന്ന ആശയങ്ങൾ തന്നെ മനസ്സിലാക്കുന്നതിന് അത്രയും നമ്മുടെ ബുദ്ധി വളർന്നിട്ടില്ല. എന്തായാലും ഭാഷ്യകാരന്റെ ബുദ്ധി നമുക്കില്ലല്ലോ. അപ്പോൾ അവിടെ നമ്മുടെ ബുദ്ധിക്ക് ഏകദേശം ഗ്രഹിക്കത്തക്ക രീതിയിൽ വ്യാഖ്യാതാക്കൾ അതിനെ ഒന്ന് പരുവപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നോക്കുമ്പോഴാണ് അത് കൂടുതൽ വ്യക്തമാകുന്നു. അതുകൊണ്ടാണ് വിശദീകരണം ആവശ്യമായി വരുന്നത്. നമ്മുടെ ബുദ്ധിയുടെ പോരായ്മ കൊണ്ട്
അപ്പോൾ ചില ഭാഗത്ത് നമ്മൾ അവിടെ വ്യക്തമാകുന്നതുകൊണ്ടാണ് അത് വായിക്കുന്നത്. ഇത് വായിക്കാതെയും ഞാൻ പറയാം, പക്ഷേ വായിച്ചിട്ട് പറഞ്ഞിട്ട് തന്നെ വിശ്വാസം വരുന്നില്ല. വായിക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. പുസ്തകം വെച്ചിട്ട് ഞാൻ എൻ്റെ വായി തോന്നിയത് വിളിച്ച് പറയുന്നു എന്ന് ധരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി വായിച്ചിട്ട് പറയണം. ഇതിവിടെ ഉള്ള കാര്യം തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ വായിച്ചിട്ട് പറഞ്ഞിട്ടും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഉപനിഷത്തിനകത്തുള്ളതാണോ ഇതിനുള്ളത്? പക്ഷെ ഞങ്ങൾ പഠിച്ചിട്ട് ഇത് മനസ്സിലായില്ലല്ലോ. അതിപ്പോൾ എൻ്റെ കുറ്റമാണ്. ഞങ്ങൾ പഠിച്ചിട്ട് മനസ്സിലാകാത്തത്. ഇതൊക്കെ ഞങ്ങൾ മുമ്പേ വായിച്ചതാണ്. വായിച്ചപ്പോൾ ഇങ്ങനെ അതിലുണ്ടെന്ന് തോന്നിയില്ല. അത് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യാഖ്യാതാക്കൾ. ഭാഷ്യത്തെക്കാൾ ആശയങ്ങൾ പലയിടത്തും വളരെ വ്യക്തവും സ്പഷ്ടവും കൃത്യവുമാണ് വ്യാഖ്യാനത്തിൽ, വാർത്തികത്തിനും മറ്റും. അങ്ങനെയുള്ള ഭാഗങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആത്മാജ്ഞാനജനിതത്വാൻ കൽപ്പിതഃ തവദാചാര്യാദിരുപായഃ. അത് കഴിഞ്ഞിട്ട് യഥാജ്ഞാത ഘുരാങ്കിതദേശഹേതുക ഘുരാങ്കിതദേശജ്ഞാനഹേതുകോ നഷ്ടേ അദൃശ്യേ വിവക്ഷ്യത്തെ അഭിമതേ ഗവാദോ ബോധോ ജായതേ. പശുവിന്റെ ഉദാഹരണത്തെക്കുറിച്ച് പറയുന്നു. രണ്ടു തരത്തിലാകാം. ഒന്ന് ജ്ഞാതഘുരാങ്കിത ദേശഘുരു എന്ന് വെച്ചാൽ കുളമ്പ്, ആ കാൽപ്പാട്. അവിടെ എന്താണ്? ആ കാൽപ്പാട് പറഞ്ഞ ആ സ്ഥലത്തെ കാണുന്നു. അതുകൊണ്ട് ആ സ്ഥലം ഹേതുവായി. കാൽപ്പാടെന്ന് പറയുന്നത് എന്താണ്? ഭൂമിയിലെ ഒരു അടയാളമല്ലേ. അതുകൊണ്ടാണ് അതിനൂടെ പറഞ്ഞിരിക്കുന്നത് ഖുരാങ്കിത ദേശം. അത് ഭൂമിയിലെ ഒരു അടയാളമാണ്. അതുകൊണ്ട് പശുവിന്റെ ജ്ഞാനം ഉണ്ടാകാം. അല്ലെങ്കിൽ ഖുരാങ്കിത ദേശജ്ഞാനഹേതു, ആ അടയാളം കൊണ്ട് ജ്ഞാനമുണ്ടായി. ആ ജ്ഞാനത്തിലൂടെ എന്ത് ചെയ്യുന്നു? നഷ്ടേ എന്നുവെച്ചാൽ തൽക്കാലം മാഞ്ഞിരിക്കുന്ന ഗവാദോ ബോധോ ജായതേ, ആടോ പശുവോ എന്താണോ നഷ്ടപ്പെട്ടു പോയത് അതിനെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നു. ആ ജ്ഞാനം ഉണ്ടാകുന്നതിന് രണ്ട് കാരണങ്ങൾ പറയാം. ഒന്ന്, ആ കുളമ്പടി പതിഞ്ഞ സ്ഥലം, ആ അടയാളം. അല്ലെങ്കിൽ ആ അടയാളത്തിൽ നിന്നുണ്ടായ ഇത് പശുവിന്റെ കുളമ്പാണല്ലോ എന്നുള്ള ജ്ഞാനം. സച താഭ്യാം അസംസ്പൃഷ്ടഗവാദി മാത്ര വിഷയ. ശരി, ഈ ജ്ഞാനത്തിൽ നിന്ന് പലതരത്തിലുണ്ടാകാം ജ്ഞാനം. ഒന്നുണ്ടാകാൻ എന്താണോ? അടുത്തിവിടെ പശുവുണ്ട്, കാരണം എന്താ, ഇപ്പോൾ ചവിട്ടിയ അടയാളമുണ്ട്. പക്ഷെ ആ അടയാളമായാലും ശരി, ആ അടയാളത്തിൽ നിന്നുണ്ടായ ജ്ഞാനമായാലും ശരി, പശുവിനെ സംബന്ധിച്ചുള്ള ജ്ഞാനത്തിൽ നിന്നത് വേറെയാണ്. പശുവിനെ അറിയുന്നത് ആ കാലടയാളമായിട്ടല്ല, പശുവായിട്ട് തന്നെ അറിയുന്നു. അതിലൂടെ പറയുന്നത് താഭ്യാം അസംസ്പൃഷ്ട ഗവാദി മാത്ര വിഷയം. ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ആ പശുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ല. രണ്ട് സ്വഭാവമാണ്. കുളമ്പടി വേറെ, പശു വേറെ. പക്ഷെ അതുകൊണ്ട് ജ്ഞാനം ഉണ്ടാകുന്നു. വ്യവഹാരം വേറെ, പരമാർത്ഥം വേറെ. പക്ഷേ വ്യവഹാരത്തിലൂടെ പരമാർത്ഥത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകാം. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ രണ്ടും വ്യവഹാരമാണെങ്കിലും രണ്ടും വ്യത്യസ്തമാണ്. ദൃഷ്ടാന്തത്തിൽ രണ്ടും വ്യവഹാരമാണ്. കുളമ്പടിയും വ്യവഹാരമാണ്, പശുവും വ്യവഹാരമാണ്. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യസ്തമാണ്. പശുവല്ല ആ കാൽപ്പാട്. ഒന്നിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ മറ്റൊന്നിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നു. അങ്ങനെ ജ്ഞാനം ഉണ്ടാകാം. അല്ലെങ്കിൽ അത് കണ്ടിട്ട് അന്വേഷിക്കുന്നു, ചുവട് നോക്കി കണ്ടുപിടിക്കുന്നു, പശുവിനെ പ്രത്യക്ഷമായി അറിയുന്നു.
അത് ഏത് തരത്തിലുള്ള ജ്ഞാനം ഉണ്ടായാലും ശരി, പരസ്പര ബന്ധമില്ലാതിരുന്ന ഈ രണ്ടിൽ നിന്നും നമുക്കൊരു തത്വം മനസ്സിലാക്കാം. അങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത ഒന്നിൽ നിന്നും മറ്റൊന്നിന്റെ ജ്ഞാനം ഉണ്ടാകാം. തഥാ അതുപോലെ നാമരൂപാദി പ്രപഞ്ചോപായ ഹേതുകോ അപ്രപഞ്ചാത്മകേ ഭൂമിനി പ്രതീതി ബോധ പ്രജായതേ. അതുപോലെ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചത്തെ ആശ്രയിച്ച്, നാമരൂപാത്മകമായ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ശബ്ദസ്പർശന പരിസാദികൾ മാത്രമല്ല, തന്റെ ഈ ശരീരം, തന്നെക്കുറിച്ചുള്ള ബോധം, ഗുരുവിനെക്കുറിച്ചുള്ള അറിവ്, ശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവ്, ശാസ്ത്രത്തിൽ നിന്നുള്ള ശ്രവണം, ഇതെല്ലാം നാമരൂപാത്മകമായ പ്രപഞ്ചമാണിതല്ല. ഇതിനെ ആശ്രയിച്ചുകൊണ്ട് അപ്രപഞ്ചാത്മകേ ഭൂമിനി പ്രതീജി, ഈ പ്രപഞ്ചശൂന്യമായ ഭൂമാവായ സ്വസ്വരൂപത്തിൽ ബോധ പ്രജായതേ, ബോധമുണ്ടാകാം. ഇവയ്ക്ക് നേരിട്ട് ഒരു ബന്ധമില്ലെങ്കിലും, ഇത് രണ്ട് സ്വഭാവത്തിലാണ്, ഒന്ന് വ്യാവഹാരികവും ഒന്ന് പാരമാർത്ഥികമാണെങ്കിലും, നേരത്തെ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ നിന്നും പരസ്പര ബന്ധമില്ലാത്ത രണ്ടെണ്ണത്തിൽ നിന്നും ബോധമുണ്ടാകുന്നത് പോലെ. എന്നാൽ ഒരു ബന്ധമുള്ളതാണ്, ആ ബന്ധത്തിനൂടെ പ്രാധാന്യമില്ല. അതുകൊണ്ട് രണ്ടാണ്, കുളമ്പല്ല, കുളമ്പടിയല്ല പശു, എന്നാൽ അതിൻ്റേതാണിതാണ്. ഇങ്ങനെ നിൽക്കുന്നു, ആ ഭേദം സ്പഷ്ടമാണ്. അങ്ങനെയുള്ള ആ പ്രപഞ്ചശൂന്യമായ പ്രത്യത്തിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുമെന്നുള്ള ചോദ്യത്തിന് സമാനം പറയുന്നു. തഥാച കാര്യകാരണ അസംബന്ധി പ്രത്യകർത്ഥ പ്രജ്ഞപ്ത്യർത്ഥം യതഃ ഇത്യാദി ദൃഷ്ടാന്ത. ഇപ്പൊ കാര്യകാരണ സംബന്ധമില്ലാത്ത രണ്ടെണ്ണം. കാര്യകാരണ സംബന്ധം വെച്ചാൽ കുളമ്പടിയിൽ നിന്നല്ല പശു ഉണ്ടായത്. അങ്ങനെ ഒരു കാര്യകാരണ സംബന്ധം അതിനകത്തില്ല. അങ്ങനെ ഇല്ലാതിരിക്കുന്നിടത്ത് അതുപോലെ ആ നിഷ്പ്രപഞ്ചമായ പരമാത്മ വസ്തുവും പരമാർത്ഥത്തിൽ ഒന്നിനും കാരണമല്ല. എന്നാലും ഈ പ്രപഞ്ചം ഇങ്ങനെ അനുഭവമാകുന്നു. ഇവിടെ കാര്യകാരണ ബന്ധത്തെ പരസ്പരം ആരോപിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഇതിനെ ആശ്രയിച്ച് ആ പരമാർത്ഥത്തിന്റെ ബോധം ഉണ്ടാകാം. യുക്തിക്ക് ദോഷമൊന്നുമില്ല. ഇനി വേറെ തരത്തിലും പറയാം. ഇത് രണ്ടും ഇവിടെ വ്യാഖ്യാനിക്കും വാർത്തികത്തിന്. ഏതുവ അവസ്ഥാദ്വയേ നവസ്തുതി അജ്ഞാന തത്കാര്യ വിരോധ. ഈ അവസ്ഥാദ്വയം അതിന് വാർത്തകാരൻ പറയും പ്രമാണഭൂമി. ഈ പ്രമാണങ്ങൾ പ്രവർത്തിക്കുന്ന ഈ തലം എന്നുവെച്ചാൽ കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു. ഈ തലം ഏതാണ്? ഈ തലം ജാഗ്രത സ്വപ്നം. നമ്മളിവിടെ പറഞ്ഞ അവസ്ഥാദ്വയിച്ച ഈ രണ്ടവസ്ഥയിലും ന വസ്തുധി, പരമാർത്ഥബോധമില്ലല്ലോ. ജീവനിപ്പോൾ ഇത് രണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ജാഗ്രത സ്വപ്നവും. എത്ര കാലമായി, അനാദിയായി ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, മാറി മാറി. പരമാർത്ഥബോധം ഉണ്ടായാൽ പിന്നെ ഈ അനുഭവം ഇങ്ങനെ ആയിരിക്കില്ല. ഈ അനുഭവത്തെ ഇപ്പോൾ ആരും നമുക്ക് വിശദീകരിച്ചു തരേണ്ട ആവശ്യമില്ല. കാരണം പരമാർത്ഥബോധമില്ല. ഈ അനുഭവം സത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അനുഭവത്തെ സത്യമായി അനുഭവിച്ചാൽ ഇതിനപ്പുറമുള്ള പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധം എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് പറയുന്നു ഇന്ന് പരമാർത്ഥധി അജ്ഞാന തത്കാര്യ വിരോധ. പരമാർത്ഥ ബോധത്തിൽ പിന്നെ ഈ അനുഭവം ഇങ്ങനെയല്ല. ഈ പ്രപഞ്ചത്തിലുള്ള ഈ പരമാർത്ഥ ബോധത്തിന് കാരണമായിരിക്കുന്ന അജ്ഞാനത്തെയും കാര്യങ്ങളെയും
പ്രത്യക് സ്വരൂപത്തെക്കുറിച്ചുള്ള ആ പരമാർത്ഥബോധം ബാധിച്ചു കളയും. അജ്ഞാന തത്കാര്യ വിരോധ, ഇത് പരസ്പര വിരോധമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരമാർത്ഥബോധമില്ല. നേരത്തെ പറഞ്ഞ പ്രത്യേക ബോധമില്ല. ഇനി സ്വാപേപി നദ്ധി, ഇനി ഉള്ളതാകെ മൂന്നവസ്ഥയെ നമുക്കുള്ളൂ, നാലാമതൊന്നുമില്ല. സുഷുപ്തി, അവിടെയും ഇല്ല അനുഭവം. നദ്ധി, അവിടെയും പരമാർത്ഥ ബുദ്ധിയില്ല. എന്തുകൊണ്ട്? അജ്ഞാന പ്രതിബന്ധ. സുഷുപ്തിയിൽ എന്തായാലും ബോധമുണ്ടായില്ല. അതിന് സംശയമൊന്നുമില്ല. കാരണം ബോധമുണ്ടാകുന്ന സമയത്ത് നമ്മൾ സുഷുപ്തി എന്ന് പറയത്തില്ല. പിന്നെ സുഷുപ്തിയെക്കുറിച്ച് പഠിക്കാനും അറിയാനും ഒക്കെ ശ്രമിക്കുന്നത് ഇപ്പോൾ ജാഗ്രതത്തിൽ. ജാഗ്രതത്തിൽ നിന്ന് സുഷുപ്തി എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തുവരും? അജ്ഞാന പ്രതിബന്ധ. അത് അജ്ഞാനം പ്രതിബന്ധമാകും. ഏതൊരു അജ്ഞാനമാണോ ഈ ജാഗ്രതത്തിലിരുന്നു കൊണ്ട് സ്വസ്വരൂപത്തെ അറിയുന്നതിന് തടസ്സം നിൽക്കുന്നത്, അത് സുഷുപ്തിയിലെ ആത്മാവിനെ അറിയാൻ ശ്രമിച്ചാൽ അത് തടസ്സമായിട്ട് വരും. അജ്ഞാനം പ്രതിബന്ധമായി വരും. ഇവിടെ ഈ ജാഗ്രതയിലിരുന്ന് എന്തൊക്കെ അഭ്യാസം കാണിച്ചാൽ പറയുന്നു സുഷുപ്തിയിൽ അത് ഏകീഭൂതനായി, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്, സംപ്രസാദനായി, കാര്യങ്ങളൊക്കെ ശരി, അതൊക്കെ ജാഗ്രതയിലിരുന്ന് പറയാം. പക്ഷേ അജ്ഞാനശൂന്യമായ സുഷുപ്തിയിലെ ആത്മാവിനെ എനിക്ക് പ്രത്യേക രൂപമായി അറിയണം എന്ന് അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ അജ്ഞാനം തടസ്സമായി നിൽക്കുന്നു. അതിവിടെ ഉണ്ടല്ലോ. ഇവിടുത്തെ അജ്ഞാനം ആ സൃഷ്ടിയെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനത്തിനും തടസ്സമായിരിക്കുന്നു. സുഷുപ്തിയിലെ ജ്ഞാനത്തിന് തടസ്സമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം സുഷുപ്തി ജ്ഞാനമില്ലാത്ത അവസ്ഥയാണ്. ആത്മാവിനെ അറിയാനുള്ള ഒരു ശ്രമവും നടക്കാത്ത അവസ്ഥയാണ്. ഞാൻ അജ്ഞനാണ് എന്നുള്ള ബോധമില്ലാത്ത അവസ്ഥയാണ്. ഞാൻ അജ്ഞനാണെന്നുള്ള ബോധം ഒന്നുകിൽ ജാഗ്രതത്തിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ ജ്ഞാനമുള്ള അവസ്ഥയിലുള്ളൂ. അപ്പോൾ സുഷുപ്തിയെക്കുറിച്ചുള്ള അറിയാനുള്ള എല്ലാ ശ്രമങ്ങളും ജാഗ്രതത്തിലാണ്. പക്ഷെ അവിടെയും എന്ത് ചെയ്യുന്നു? അജ്ഞാനം തടസ്സം നിൽക്കുന്നു. അതെന്താ അങ്ങനെ സൃഷ്ടിയെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നു? കാരണം അതിനെക്കുറിച്ച് പറഞ്ഞു, അത് സംപ്രസാദനായിരിക്കുന്നു, ഏകീഭൂതനായിരിക്കുന്നു, പ്രപഞ്ചശൂന്യനായിരിക്കുന്നു. അപ്പോൾ അതിനറിയാൻ ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ അറിയാൻ കഴിയുന്നില്ല. ഇനി ജാഗ്രതത്തിൽ ഇവിടെ ഇപ്പോൾ അറിയാൻ ശ്രമിച്ചാൽ ഇവിടെയും അജ്ഞാനം തടസ്സമായിരിക്കുന്നു. അതുകൊണ്ട് തതോ മേയത്വ അശുദ്ധി. ഇതിനെ എങ്ങനെ അറിയാൻ കഴിയും? ഇപ്പോൾ അറിയാൻ കഴിയുന്നില്ല, സുഹൃത്തിനും അറിയാൻ കഴിയുന്നില്ല. ഇത് ചോദ്യാപനുത്തയെ, ഇതിന് പരിഹാരമായി ദൃഷ്ടാന്തോയം, അതിനു വേണ്ടിയിട്ട് ഇവിടെ ഈ ദൃഷ്ടാന്തത്തെ വിശദീകരിക്കുകയാണ്. അത് സാധിക്കും, സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ. ആത്മാവിനെ കുറിച്ചൊരു ജ്ഞാനം, ചോദ്യകർത്താവിന്റെ ആശയം, ഇത് സംഭവിക്കാം. അതിനാണ് ഈ ദൃഷ്ടാന്തത്തെ ഇനി വിശദീകരിക്കുന്നത്. ശരി.